बच्चा दे। समझता क्या हूँ मैं आपको? मैं तुझे नहीं छोड़ूंगा। एक बार मुझे जेल से छूटे दे साले, मैं तेरी माँ को, तेरे बाप को, तेरे भाई को, तेरे बहन को सबको खत्म कर दूंगा। अबे छोड़ो मुझे। അയ്യോ 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 എന്താ പ്രശ്നം വക്കീലെ? ഒന്നും പറയണ്ട വക്കീലെ, ആ കയറ്റിക്കൊണ്ടുപോകാൻ അറിയില്ലേ? അത് ഗുപ്ത കൊലക്കേസിലെ നരസിംഹനല്ലേ? ആ സിംഹത്തിന് ഇന്ന് ജാമ്യം കിട്ടി. പിന്നെന്തിനാ അയാളെ കൊണ്ടുവന്നത്? ജാമ്യത്തൊക്കെ കെട്ടി വെക്കാത്തോണ്ട് ബെയിൽ ക്യാൻസൽഡ് പോരെ. എന്റെ ഓഫീസിലെ പിയൂൺ ആ ഗോവിന്ദൻകുട്ടിയില്ലേ, ആ ചെറ്റയിടയിൽ കെട്ടിവെക്കാനുള്ള കാശ് കൊടുത്തു വിട്ടതാ. അവൻ അത് കൊണ്ട് മുങ്ങി. ഇപ്പൊ ഈ ചിങ്ക എന്നെ പിടിച്ച് വിഴുങ്ങുമെന്നാ പറയുന്നത്. എടോ, അയാളെ തനിക്കറിയാമോ? അയാൾ 8 കൊല ചെയ്താ. അതാ അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയത്. അയാളുടെ ജാതകത്തിൽ 9 കൊലയ്ക്ക് സ്കോപ്പ് ഉണ്ട്. എന്നാ അയാൾ തന്നെ തട്ടി. ചിങ്ക അകത്തുനിന്ന് ഇറങ്ങുമ്പോ ഞാൻ പുറത്തുണ്ടായിട്ട് വേണ്ടേ? താനവിടെ പോകും. ആ ഗോവിന്ദൻകുട്ടിയെ കൊന്നിട്ട് അയ്യോ അകത്ത് പോകും. അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ച കാര്യ. അയ്യോ സാറോട് ഉണ്ടായിരുന്നോ? കോട്ടിട്ടുണ്ട്, ആളറിയില്ല. ഗുഡ് മോർണിംഗ്. അയാൾ പറഞ്ഞിട്ട് പോണ കേട്ടു തന്നെ കൊല്ലൂന്ന്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. മുതലാളി എന്റെ കൂടെ ഉള്ളപ്പോ അവൻ എന്നെ ഒന്നും ചെയ്യില്ല, അതെനിക്കറിയില്ലേ. അതല്ല, അതിനുമുമ്പ് തന്നെ ഞാൻ കൊല്ലും. എന്തിനാ? ഈടോ താനൊക്കെ ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഭാരമാണ്. I am only 80 kilos. ഈടോ തന്നെ എടോ കണ്ണൂടെടോ ഇപ്പൊ കാണാം. തന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നില്ലേ, ഏതെങ്കിലും ഒരു ബാങ്കിൽ കള്ളപ്പേരുടെ അക്കൗണ്ട് തുടങ്ങി എനിക്കൊരു ലോക്കർ എടുത്ത് തരണമെന്ന്. അക്കൗണ്ട് തുറക്കാൻ കാശില്ല. അതിന്റെ ഇടയിലാണ് ഈ ജാമ്യം കയറി ജാമായി പോയത്. സാരമില്ല, ഞാൻ സാറിന് ലോക്കപ്പിലാക്കാം. അല്ല, ലോക്കർ എടുത്ത് തരാം. നാളെ അവസാനത്തെ ദിവസമാണ്, തെറ്റിക്കാൻ തന്നെ വെച്ചേക്കൂല. ചേട്ടാ, എന്റെ ഭാര്യ അല്പം സുന്ദരിയായപ്പോയതുകൊണ്ട് ചിലരൊക്കെ എന്റെ വാതൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്താ ഇപ്പൊ ചെയ്യുക? ഇത്തിരി ആസിഡ് എടുത്ത് ആ സുന്ദരിയുടെ മുഖത്തൊഴുക്കി. അപ്പൊ അവളുടെ സൗന്ദര്യം പോയി കിട്ടും. തനിക്ക് സമാധാനല്ലേ വേണ്ടു? കാലത്ത് എഴുന്നേറ്റ് ഓരോരുത്തന്മാർ വരും. അമ്മ സുന്ദരിയാണ്, പെങ്ങള് ചരക്കാണ്, അച്ചാച്ചൻ അമ്മാമനെ കൊണ്ടുപോകും. പൊതുവളെ ആ ഗോവിന്ദൻകുട്ടി മുറിയിലുണ്ടോ? അവനൊരു തീപ്പെട്ടിക്കുള്ളി അന്വേഷിച്ച് തെണ്ടി ഇറങ്ങാനുണ്ടു. താൻ അവനെ കണ്ടാ പറഞ്ഞേരെ, ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണ കൊടുക്കുന്നു. കോണകെടുക്ക്. അങ്ങനെ ഒരു സാമാനം കൊണ്ട് കാണണോ? വേണ്ട. എന്റെ കാര്യം എന്തായി? എന്താവാൻ? 41 ദിവസം കഴിഞ്ഞ് തമ്പുരാനെ കണ്ട് സമസ്ത അപരാധം പറയും, അദ്ദേഹം ക്ഷമിക്കും. അവൻ എങ്ങോട്ട് പോയടോ? കാളയെ കയറി ഊരി വിടുന്ന പോലെ കാലത്ത് വിടുന്ന് പോവും. താൻ ആ ബസ് സ്റ്റാൻഡിലെങ്ങാൻ പോയി നോക്ക്. ആരോ കെട്ടിടത്തിന്റെ മുകളിൽ ചാടിയ എന്താ കാര്യം? പറയാൻ പറ്റില്ല. നെഞ്ചത്ത് കയറി എന്ന് പറയണോ? എന്താ കാര്യം പറയണോ? അതല്ല, നാണം കേട്ട കേസാ. എവനോ ഇയാളുടെ ഭാര്യയും കൂടെ പറയരുത്. നിനക്ക് ചെയ്യാല്ലേ? അവന്റെ പല്ല് കുത്തി മണപ്പിച്ച് നാറ്റ കേസാക്കണ്ട. കാര്യത്തിന്റെ ഗൗരവം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. വക്കീലെന്ന് പറഞ്ഞ് വെറുതെ നടക്കുക. കാശിന് വകയില്ല. പോക്കുവരവിന്റെ ചെലവ് കൂടി ഞാൻ കൊടുക്കണം. പ്രായം കുറഞ്ഞ ഒരുത്തനെ വളച്ചെടുത്തുന്ന് ചീത്ത പേര് എനിക്ക്. അതിലെത്തിരി സത്യമില്ലേ സാവിത്രി അമ്മേ? അച്ഛന്റെ അസിസ്റ്റന്റ് വക്കീലെന്ന് പറഞ്ഞ് ഇവിടെ നിന്നപ്പോ ഈ നമ്പീശച്ചൻ കോടതി വരാന്ന് കണ്ടിട്ടില്ല. ചായ അച്ഛൻ മരിച്ചപ്പോ ഞങ്ങൾ കാണായിട്ട് ഒരാള് വീട്ടിൽ വേണല്ലോ എന്ന് കരുതി ഇവിടെ നിർത്തിയതാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോളേ, അല്ല തമ്പുരാൻ തന്നെ പറ. വല്യത്തം വക്കീലുമായിട്ടുള്ള ബന്ധം കൊണ്ടല്ലേ ഇന്നും തമ്പുരാൻ വരെ ഇയാളെ സഹിക്കുന്നത്. എനിക്കങ്ങനെ കേസൊന്നുമില്ലല്ലോ. ആ കുഞ്ഞുണ്ണി ഈ ആഴ്ച അമേരിക്കയിൽ നിന്ന് വരും. കണ്ടവരൊക്കെ കയറി തോന്നിവാസം കാണിച്ചത് കൊണ്ട് വീട്ടിലെ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. അതുകൊണ്ട് എഴുത്തോ ടെലഗ്രാമോ വന്നാൽ ഇങ്ങോട്ട് അയക്കാൻ ഏർപ്പാടാക്കിയിരിക്കുക. അത് വല്ലതും വന്നാൽ അറിയിക്കണം. അത്രയും പറയാൻ ഇറങ്ങിയതാ. തമ്പുരാൻ ധൈര്യമായിട്ട് പൊക്കോളൂ, അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ആ പൊതുവാളിന്റെ ഇല്ല, അവനെ ഇനി ആ പഠിക്കാത്ത കയറ്റുന്ന പ്രശ്നമില്ല. ഞങ്ങളെ നോക്കാനാ അവനെ വെച്ചത്. പിന്നെ കള്ളു കുടിച്ച് ബോധമില്ലാത്ത അവനെ നോക്കാൻ വേറൊരാളെ വെക്കേണ്ടി വന്നു. ആരും വേണ്ട. എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. എന്തായടോ ആ പൊതുവാളിന്റെ കാര്യം? അയാളെ കണ്ടോ? കണ്ടു. എന്റെ മുതലാളി ഒരു കുപ്പി കള്ളിന് വേണ്ടി എന്ത് തന്തയില്ലായ്മയും കാണിച്ചോണ്ട് നടന്നിട്ടവനാ അവൻ. ഇപ്പൊ ഏതോ അമ്പലത്തിലോ പള്ളിയിലോ പോയി ധ്യാനിച്ച് കള്ളുകൂടി നിർത്തി സത്യവും ധർമ്മവും പറഞ്ഞുകൊണ്ട് നടക്കുക. 10-30,000 മലയാളികളുള്ള ഈ ബോംബെയിൽ മുതലാളി അയാളുടെ മുപ്പിൽ തെറ്റെന്ന് ചാടിയല്ലോ. മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ? അപ്പോ അവനൊരുത്തനെ ഒതുക്കി കിട്ടിയാൽ എന്റെ കാര്യം താനേറ്റു. അതേനേറ്റു. മറ്റേ കാര്യങ്ങളൊന്നും എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം. ആ കൊക്കം വളർത്തുന്നു. ആ കൊക്കല്ല മുതലാളി, ഈ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അതൊന്നും ഒരു കുഞ്ഞു അറിയില്ല. പോയിക്കോ, കോർട്ടിൽ നിന്ന് കാണാം.
നീ കരയണ്ട. ആ കാശടിക്കാൻ വേണ്ടി ഗോവിന്ദൻകുട്ടി അവന്റെ കൂടെ ഉള്ളവരും ചേർന്ന് എന്നെ ഒറ്റിക്കൊടുത്തതാ. പക്ഷെ അത് അവന്മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ കാശെടുത്ത് അവിടെ നിന്ന് മാറ്റി. എനിക്ക് സമാധാനമായി. ചേട്ടൻ അത് എവിടെ വെച്ചിരിക്കുന്നേ? ഞാൻ പുറത്തു വരുന്നത് വരെ അതാരും അറിയാൻ പോകുന്നില്ല. അയ്യോ, ഈശ്വരനാണ് സത്യം, ഞാൻ കൊന്നു അറിഞ്ഞൂടാ. നിങ്ങളെ ചതിച്ചതെന്നാ അങ്ങനെ പറയുന്നേ? എന്റെ പൊന്നു പെങ്ങളെ, പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, കേസ് തോക്കുന്നുണ്ട് അയാൾ ഒറ്റയ്ക്കകത്ത് പോവില്ല, കൂടെ കൂട്ടുനിന്ന് നിങ്ങളും ഉണ്ടാവും പറഞ്ഞു. നമുക്ക് എവിടെയെങ്കിലും പോയി വിളിക്കാം. എന്തിന്? അയാൾ പിടിച്ച് അകത്താക്കെന്ന് പറഞ്ഞാൽ അതല്ലേ നീ ഓടിയത്? ഞാൻ ഓടി അതിനൊന്നുമല്ല. ഈ തരികളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഡിസക്ക് ഒരു 50,000 രൂപ അടച്ചെന്ന് പറഞ്ഞില്ലേ? അത് ഇയാളെ കാശുണ്ട്. അതിന് നീ ഓടി എന്തിന്? ഈയിടെ അയാൾ കോടതി കെട്ടിവെക്കാൻ നിന്ന കാശെടുത്താ ഞാൻ വിസയ്ക്ക് കൊടുത്തത്. അന്ന് മുകളിൽ പോലീസിനെ കൊണ്ട് നടക്കുക എന്നെ തപ്പാൻ. ഇയാളും അവളും തമ്മിൽ എന്ത് ബന്ധം? അതന്വേഷിക്കാൻ നിന്ന തോമസ് ചേട്ടൻ നമ്മളെ അകത്താക്കുന്നതിന് മുമ്പ് ഇയാള് നമ്മളെ അകത്താക്കും. നമ്മളെ? ആ, ഞാൻ അകത്തായ നീ അതെങ്ങനെ? ഞാൻ നിന്റെ പേര് പറഞ്ഞു കൊടുക്കില്ലേ? കുട്ടിക്ക് എന്താണ് എന്റെ ഓട്ടോഗ്രാഫ്? ഞാനൊരു ഫാനാ. എന്താ പേര്? എലീന. ആ, എന്താ ഇവിടെ? ലോ പ്രാക്ടീസ് ചെയ്യാൻ ഇന്ത്യയിൽ വന്നതാ. ഓഹോ, നമ്പീഷൻ വക്കീലെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഓ, കണ്ടതിൽ സന്തോഷം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ രഘുവീർ പട്ടി. പട്ടിയല്ല, ഭട്ടി. ഭട്ടി ഇവിടുത്തെ പഴയ കമ്മീഷണറാ. ആഹാ. അവർക്കൊക്കെ ഇപ്പോഴും എന്റെ കാര്യത്തിൽ താല്പര്യമുണ്ട്. ഇവിടെ ഒരുത്തൻ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരുപോലെയാ. അല്ല, ഞാനും വെച്ചിട്ടുണ്ട്. ആ, കൊറേ കാലായി കേക്കാൻ തുടങ്ങിട്ട്. വെച്ചിട്ടുണ്ട്. ഈ വെച്ചിട്ടുണ്ടെന്ന് പിന്നെ അത്താഴ ശീവേലി തൊഴുതിട്ടേ ഞങ്ങൾ വരും. മലാടിന്ന് ഇവിടെ വരെ വരാൻ തന്നെ 1.5 മണിക്കൂറാവും. ഞങ്ങള് വൈകും. നമ്പീശം കഴിച്ചിട്ട് കിടന്നോളൂ. എന്നെയും കാത്തിരിക്കണ്ട. എന്റെ കയ്യിൽ താക്കോല് വേറെ ഉണ്ട്. ആക്ച്വലി ഇപ്പൊ വയസ്സ് എത്രയായി? പിറന്നാള് ദിവസമാണ് വയസ്സ് ചോദിക്കുന്നു. ഒന്ന് ഞങ്ങൾക്ക് ഹലോ എലീന. കാത്തിരുന്ന് മടുത്ത് ഞാനും ഫോൺ വരും എന്ന് പറഞ്ഞ് എത്ര നേരം ആ കാത്തിരിക്കുക. താടക വീരാളിപ്പട്ട് ചുറ്റി ഇപ്പോഴല്ലേ കെട്ടിയെടുത്തത്. ഇനി നാട് മുഴുവൻ തെണ്ടി തിരിഞ്ഞ് എത്തുമ്പോഴേക്കും രാത്രിയാവും. ഇങ്ങനെ നമ്പീശേട്ടനെ ഒറ്റയ്ക്കൊന്ന് കിട്ടാൻ ഞാൻ എത്ര നാളെ ആഗ്രഹിക്കുന്നു അറിയൂ. ഈ ഷെൽഫില് മുഴുവൻ ചേട്ടന്റെ ബുക്കുകളാ? നമ്പീശേട്ടന്റെ ഓഫീസില്ലേ? ഇത്രയും വലിയ വീടുള്ളപ്പോ ഇനി എന്തിനോ വേറൊരു ഓഫീസ്? അപ്പോ പ്രതികളുടെ ഫയലുകളും മറ്റും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. എവരിതിങ് അണ്ടർ മൈ കൺട്രോൾ. I'm feeling very thirsty. Is it? കുടിക്കാൻ എന്താ തരുക? എന്താ വേണ്ടത്? കോള, പെപ്സി, ഫാൻഡ, ഫ്രൂട്ടി? ഫ്രഷ് ജ്യൂസ് ഒന്നുമില്ലേ? പിന്നെന്താ, ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി തരാം. only 5 minutes. എന്താ, എന്ത് പറ്റി? What happened? മുട്ടിയിടിച്ച് വീണു. ഓ, ഞാൻ വിചാരിച്ച താടക വന്ന് കയറി. എവിടെ നോക്കട്ടെ. ജ്യൂസ് എവിടെ? ഓ, ഇപ്പൊ കൊണ്ടുവരാം. എന്താ? ഒന്നുമില്ല. ജ്യൂസ്? ജ്യൂസ് ഇപ്പൊ കൊണ്ടുവരാം. തന്നോട് ആരെവിടെ വരാൻ പറഞ്ഞത്? നീ എന്താ വിചാരിച്ചേ? നീ മനുഷ്യ കാണുമ്പോ ഞാൻ മരത്തി കാണും. നീ ഇയാളും കൂടെ പണവും പറ്റിച്ച് മുങ്ങാനുള്ള പരിപാടിയല്ലായിരുന്നോ? तुम पास आए यूं मुस्कुराए जाने क्यों. ഇവിടെ വേണം. ഇവിടെ എന്താ ആർക്കായി ജ്യൂസ്? അയലി നിനക്ക്. എനിക്കോ?
ആ പാട്ട കാറൊന്ന് മാറ്റാൻ പറഞ്ഞിട്ട് എത്ര കാലായി? വഴിക്കത് പഞ്ചറായി, ടയർ മാറ്റി, വീണ്ടും പഞ്ചറായി. ഇനി വീണ്ടും ടയർ മാറ്റി മലാട് വരെ എത്തുമ്പോഴേ അമ്പലവും പൊട്ടി തിരുമേനി 7 ഒഴുക്കം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ ഇഞ്ഞു പോന്നു. ആ വർക്ക്ഷോപ്പുകാരനോട് വണ്ടി നന്നാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വെറുതെ കിടന്ന് ചുമക്കുന്നത്? മരുന്ന് എടുത്ത് കഴിച്ചൂടെ? നമ്പീശച്ചൻ ആരോട് സംസാരിക്കണേ? നിന്റെ അമ്മയോട്. അമ്മ പുറത്തിരിഞ്ഞ് നിക്കല്ലേ? നിന്റെ അമ്മയുടെ പുറകിലുണ്ട് 3 കണ്ണ്. അതൊന്നുമല്ല, നമ്പീശച്ചൻ വാതിലിന് പുറകിൽ ആരോട് ഇല്ല, സംസാരിക്കും? നിനക്ക് തോന്നിയതാവും. തോന്നിയതൊന്നുമല്ല, ഞാൻ കണ്ടതാ. നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കേ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ സമ്മതിക്കില്ല. എന്താ ഈ വീട്ടിൽ എന്റെ വാക്കിന് വിലയില്ല. ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസവും ഇല്ല. എങ്ങനെ വിശ്വസിക്കും? ആക്കടുത്ത കള്ളല്ലേ പറയുള്ളൂ. ഇങ്ങോട്ട് മാറ് മനുഷ്യ. ഞാൻ മാറില്ല. ഞാൻ മാറില്ല. ഞാൻ മാറില്ല. അയ്യോ, ആരാടി വാഴലിന്റെ പുറകില്? നിന്റെ അമ്മയുടെ നായരാ. എവിടെടി? നീ ആരടി കണ്ടത്? നിനക്ക് ആരെയടി കാണണ്ട? പറയടി. അധികം സംസാരിക്കൊന്നും വേണ്ട. സംസാരിക്കും. ഇവിടെ ആരാ വന്നിട്ടുണ്ട്? ആരാച്ചാര്? എനിക്കറിയാം. ഈ വീട്ടിൽ ആരാ വന്നിട്ടുണ്ട്? അവർക്ക് വേണ്ടിയാ താൻ ജ്യൂസ് ഉണ്ടാക്കി. ജ്യൂസ്? കിണിക്കണ്ട. പുറത്തൊരു കാർ കിടപ്പുണ്ടല്ലോ. പുക്കാറൊന്നുമല്ല, കാറ്. തനിക്കിപ്പോ ചെവിയും കേട്ടുടാതായോ? ഇവിടെ ആരും വന്നതല്ലെന്നേ. ഇവിടെ വന്നതല്ലെങ്കിൽ ഇവിടത്തെ മുറ്റത്ത് എങ്ങനെയാ കാർ കിടക്കുന്നത്? സത്യം പറയണോ? ആർക്കാ ജ്യൂസ് ഉണ്ടാക്കിയത്? ഞാനോ ജ്യൂസ് കുടിക്കില്ല. ഞങ്ങളാണെങ്കി ഇവിടെ ഇല്ല. പുറത്തൊരു കാർ കിടപ്പുണ്ട്. സത്യം പറഞ്ഞോണം, ഉരുണ്ട് കളിക്കരുത്. പറപ്പിക്കും ഞാൻ. നിന്റെ ജ്യൂസ് റെഡിയാ. ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസ് ആണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്. അപ്പൊ കേട്ടോ നമ്പീശ, കേസിന്റെ പൊസിഷൻ ഇപ്പൊ ഇങ്ങനെയാണ്. വാദിയും പ്രതിയും ഒരേ മുറിയിലായതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഒരു സാക്ഷി വേണം. പിന്നെ ആ ടോയ്ലറ്റിലെ ഫ്ലഷ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആരെങ്കിലും വിളിച്ചൊന്ന് നന്നാക്കണം. നിങ്ങൾ ആരാ? ഇതാണോ ചേട്ടൻ നേരത്തെ ആ പറഞ്ഞ താടക? എപ്പോ? നമ്പീശ, എന്നെ താടകാന്ന് വിളിച്ചേ? ഞാൻ ഒരു നാടകത്തിന്റെ കാര്യം പറഞ്ഞതാ. അതല്ല ചേട്ടാ, ചേട്ടൻ പറഞ്ഞില്ലേ ഈ വീട്ടിലൊരു താടകയുണ്ടെന്ന്. അവരിവരാ? നമ്പീശ, ആര്? അതെ, കേസിനെടുത്ത നാടക. ഏത് കേസ്? പൂച്ച കച്ചവടത്തിന്റെ കേസ്. അതെ, പൂച്ച അത് കച്ചവടം. നഷ്ടമായിരുന്നില്ലേ? പൂച്ച നഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കച്ചവടം തുടങ്ങിയപ്പോ ലാഭമായിരുന്നു. അപ്പൊ എന്തായിരുന്നു കേസ്? അത് കൊലപാതകം. പൂച്ച അച്ചാറിനെ കൊന്നാ? പൂച്ച ആറിനെ കൊന്നാ? അച്ചാറ് നിന്ന് പൂച്ച ചത്ത്. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് കേസ്, ഏത് അച്ചാറ്, ഏത് പൂച്ച? ആരാ ഇയാള്? എന്റെ പേര് ജനാർദ്ദന പൈ. ഈ പയ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെ? പയ്യൻ കോ എന്ന് കേട്ടിട്ടുണ്ടോ? ആഹാ. പയ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ. അത്ര അറിഞ്ഞാൽ മതി. ഞാൻ ഈ സാറുമായിട്ട് ഒരു കേസിന്റെ ഡിസ്കഷന് വന്നതാ. ഞാൻ വന്നപ്പോ നിങ്ങളെ കണ്ടില്ലല്ലോ. ഞാൻ ടോയ്ലറ്റിലായിരുന്നു. വെളിയിൽ കിടക്കുന്ന കാറ്? അതെ, എന്റെ കാർ. വഴിയിലാണോ കാർ ഇടുന്നത്? ഞങ്ങളൊക്കെ സാറിന് വഴിയിലാണ് കാർ ഇടുന്നത്. ഇവിടെ ഇങ്ങനെ പുരപ്പുറത്താണ് കാർ ഇടുന്നത്. ആണോ നമ്പീശ? അല്ലല്ല. ഓക്കെ, സോറി. അപ്പൊ കേസിന്റെ കാര്യം നാളെ നമുക്ക് കോർട്ടിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം. ബൈ. അമ്മേ, ദേ ഒരു മാല. മാലയോ? ഇതേതാ ഈ മാല? മാല? ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഓ, ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ. എനിക്കിഷ്ടായി. ഇഷ്ടായല്ലേ? എനിക്കറിയാം ഇഷ്ടാവൂന്ന്. മാല ഇഷ്ടായി, നമ്പീശനെ ഇഷ്ടായി. സത്യം പറഞ്ഞ കുറെ നാളായിട്ട് ഇപ്പോഴാ നമ്പീശനെ ഇഷ്ടായത്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ചുഞ്ചുടി 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 ചുഞ്ചുടി.